ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. കൊള്ളാം സാർ, നല്ല തീപ്പൊരി പ്രസംഗം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കുറച്ചുകൂടെ കേട്ടിട്ട് നമുക്ക് പറയാം. അടിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദുർബല നിമിഷമുണ്ടെങ്കിലേ വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ആ ദുർബല നിമിഷത്തിൽ എന്നെ ഒന്ന് പുറകോട്ട് പിടിച്ചോളണം. ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട, ഞങ്ങൾ എവിടേക്കും വരില്ല. പക്ഷേ ഞങ്ങളുടെ മേൽ എവിടെയെങ്കിലും വന്നാൽ ഒരിഞ്ചു പുറകോട്ട് പോകുമെന്ന് ഒരുത്തരക്കരുതണ്ട, ഒരു കോൺഗ്രസ്സുകാരും കരുതണ്ട. ഭരണം വെച്ച് ചെയ്തു കളയാന്നാണ്. ഏത് ഭരണം? ഭരണം വെച്ച് നിങ്ങൾ എന്താ പോലീസിനെയാണോ ഉപയോഗിക്കുന്നത്? പോലീസ് നിയമപരമായി നിൽക്കും. പോലീസ് നിയമപരമായി നിന്നില്ലെങ്കിൽ പോലീസിനെ നിയമപരമായി നിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. നിങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കേണ്ടതില്ല. ഉണ്ടാക്കിയാൽ തിരിച്ചു നിയമപരമായ പ്രതിസന്ധികൾ ഞങ്ങൾ ഉണ്ടാക്കും. നിയമപരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുണ്ടാക്കാനൊക്കെ നല്ല വശമുള്ളവരാ, അതുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസിന് പോലീസിന്റെ ഏതെങ്കിലും സഹായം ഇപ്പൊ ഈ നിലയ്ക്ക് കിട്ടുമെന്നും കരുതുകയും വേണ്ട. ഇനി നാളെ അങ്ങനെ എന്തെങ്കിലും പോലീസിനെ വെച്ച് ഞങ്ങളുടെ മേൽ ഇറങ്ങിക്കളയാം എന്ന് കരുതിയാൽ ഞങ്ങൾക്ക് ആ സഹായം വേണ്ടട്ടോ, ഇല്ലാതെ തന്നെ ഞങ്ങൾ നിന്നോളും നിങ്ങൾക്ക് നേരെ. വളരെ നല്ല പ്രസംഗം. ആളുകളുടെ ഞരമ്പുകളിൽ രക്തം തിളയ്ക്കും. ഈ പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ നിങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും ചാടി ഓടി വരും. ഈ അടുത്ത കാലത്ത് EDയുടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, അവിടെ ഒരു സംഭവം ഉണ്ടായി സാർ. അതായത് 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിലൊരു ഗ്യാസ് സ്റ്റൗ നന്നാക്കണമായിരുന്നു. ആ പയ്യൻ വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വളരെ സങ്കടം. EDയുടെ പ്രശ്നത്തിൽ ജയിലിലായ ഒരു പയ്യനുണ്ട്. വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഈ പയ്യൻ്റെ വരുമാനമാണ് ആ വീട്ടിലെ ഏക വരുമാനം. ഭാര്യ കുറച്ച് വീടുകളിലൊക്കെ പോയി അടുക്കള പണിയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അവരുടെ കുട്ടികളുടെ പഠന ഉപകരണങ്ങളൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ ഭയങ്കരമായി സങ്കടപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ശിവൻകുട്ടി സാറ് അവിടെ പോയി എന്ന് പറയുന്നുണ്ട്, പക്ഷെ പിന്നീട് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ, അവരുടെ കുട്ടികളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നുണ്ടോ, ഈ സ്കൂൾ തുറന്ന അവസരത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ ഒന്ന് അന്വേഷിക്കണേ സാറേ. ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആൾക്കാർ വിളിച്ചോടി വന്നതാണ്, അങ്ങനെയാണ് അവർ ജയിലിലായത്. അപ്പോൾ ഇപ്പോൾ അവർ ഭയന്നിരിക്കും.